സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ഒരു പകൽ മാത്രം ബാക്കി നിൽക്കെ കടലിൽ പോയ വള്ളങ്ങളിലേറെയും തീരമണഞ്ഞു. വൈകുന്നേരത്തോടെ മുഴുവൻ വള്ളങ്ങളും തീരത്തടുക്കും. അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന് സമീപം ചങ്ങല ഉപയോഗിച്ച് ബന്ധിക്കുന്നതോടെ കൊല്ലത്ത് ട്രോളിംഗ് ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് നിരോധനം ആരംഭിക്കും. പിന്നെ 52 നാൾ വലിയ വള്ളങ്ങൾ അത്രയും തീരത്ത് തന്നെ. കേരള തീരത്തെ ട്രോളിംഗ് നിരോധനം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാകും ബാധിക്കുക. മത്സ്യത്തൊഴിലാളിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് കിടന്ന് കറങ്ങിയാണ്. ഈ 52 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് ഉദ്ദേശിച്ചാണ് നമുക്ക് എല്ലാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഒളിവായി പോകുന്നു. പിന്നെ പോകുമ്പോഴും ദൈവം എന്തെങ്കിലും തരുമെന്ന് ഉദ്ദേശിച്ചാണ് ഇനി വീണ്ടും പോകും. എന്നാൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകാതിരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സൗജന്യ റേഷൻ അടക്കം സമയബന്ധിതമായി വിതരണം ചെയ്യും. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യഫെഡിൻ്റെ ഉൾപ്പെടെ ഡീസൽ ബങ്കുകൾക്ക് നിയന്ത്രണമുണ്ടാകും. പരമ്പരാഗത വള്ളങ്ങൾക്ക് കടലിൽ പോകുന്നതിന് നിരോധനമില്ല. ഇത്തരം വള്ളങ്ങൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ട്രോളിംഗ് കാലയളവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ പരിധി ലംഘിച്ച് ട്രോളിംഗ് നിരോധന മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ മുഴുവൻ സമയവും കോസ്റ്റൽ പോലീസ് കടലിൽ നിരീക്ഷണം ശക്തമാക്കും. വള്ളത്തിൻ്റെയും വലയുടെയും കേടുപാടുകൾ തീർക്കുന്നതിനുള്ള സമയം കൂടിയാണ് തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലം. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ കാറും കോളും നിറയ്ക്കുമ്പോൾ ട്രോളിംഗ് നിരോധനം വറുതിയുടെ ആഴം കൂട്ടും. എങ്കിലും പഞ്ഞം നിറഞ്ഞ ഈ 52 ദിനങ്ങൾ പിന്നിടുമ്പോൾ വല നിറയെ മീനും കൈനിറയെ കാശും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ശ്രീകാന്ത് PS-നൊപ്പം ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം.